കടകംപള്ളിയുടെ ആളാണോ ഈ പത്മകുമാർ എന്ന് നമുക്കറിയില്ല. കാരണം അതെങ്ങനെയാണ് ആ ബന്ധം, എന്തുകൊണ്ട് പത്മകുമാറിനെ കാണുന്നതിന് മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പരാതി ഗവൺമെൻറ്റിൽ കൊടുത്ത് ദേവസ്വം അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിക്ക് കൊടുത്തിട്ട് വന്നത്. അപ്പോൾ ഇവിടുത്തേലും കൂടുതൽ അടുപ്പം ദേവസ്വം മന്ത്രിയുമായിട്ട് ഉണ്ട് എന്നാണ് അതിൽ വരുന്നത്. പത്മകുമാറായിട്ട് അടുപ്പമുണ്ടെങ്കിൽ പത്മകുമാറിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ദേവസ്വം മന്ത്രി മുഖേന ആ പേപ്പർ വന്നത്? അദ്ദേഹം ധാരാളം പണം വാരിക്കൂട്ടിയതായിട്ടാണ് മനസ്സിലാക്കുന്നത്. വലിയ വലിയ കെട്ടിടങ്ങളും ഒക്കെ അദ്ദേഹം വെച്ചിട്ടുണ്ട്. ബിനാമിയായിട്ട് പല കെട്ടിടങ്ങളും അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന കൂടുതൽ ഈ എമൗണ്ട് ഈ സ്വർണ്ണവേട്ടയും ഈ സ്വർണ്ണക്കൊള്ളയായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് സാർ ഒപ്പമുണ്ട്. സാർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ജയറാമിൻ്റെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പോറ്റി കൊണ്ടുപോയ സ്വർണത്തിൻ്റെ ഒരംശം ജയറാമിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയാൽ ജയറാമിനെ അത് കുരുക്കിലാക്കുമെന്ന് സാർ കഴിഞ്ഞ എപ്പിസോഡിൽ കൃത്യമായി പറഞ്ഞു വെച്ചു. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കടകംപള്ളി സുരേന്ദ്രൻ്റെ കാര്യമാണ്. ഈ സ്വർണ്ണപ്പാളികൾക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകിയത് സർക്കാരിനാണ് എന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫയൽ ദേവസ്വം ബോർഡിൻ്റെ മുന്നിലെത്തിയത് എന്നുമാണ് പത്മകുമാർ മൊഴി നൽകിയിരിക്കുന്നത്. എന്നിട്ടും ദേവസ്വം മുൻ മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ ഇനിയും തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ്? അത് കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അയാളെ കസ്റ്റഡിയിലോട്ട് വാങ്ങേണ്ടിയിരിക്കുന്നു. ഇന്നെങ്ങാണ്ട് കിട്ടുമെന്നാണ് പറയുന്നത്. തിങ്കളാഴ്ച ചൊവ്വാഴ്ച കിട്ടും. അപ്പോൾ ചില ക്ലാരിഫിക്കേഷനൊക്കെ നടത്താനുണ്ട്. സ്വല്പം ഡിലേ വരും അതിനെന്തായാലും. കടകംപള്ളി എന്തെങ്കിലും അടിയന്തരമായിട്ട് വിളിക്കും. ചിലപ്പോൾ അതിന് മുമ്പ് ജയറാമിനെ വിളിക്കുകയാണെങ്കിൽ സ്വല്പം ഡിലേ കൂടെ വരാം. അതുകൊണ്ട് കടകംപള്ളിയെ സംബന്ധിച്ചിടത്തോളം SITയുടെ മുമ്പിൽ വരാതിരിക്കാൻ കഴിയില്ല. കാരണം അതിനകത്ത് ഒരു ഇയാളുടെ പത്മകുമാറിൻ്റെ മൊഴി ഗവൺമെൻറ്റിലേക്ക് കൊടുത്ത ഒരു പരാതി, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കൊടുത്തത്. ആ പരാതി ദേവസ്വം മന്ത്രിക്ക് കിട്ടിയിട്ടുണ്ടാവും. ദേവസ്വം മന്ത്രിയാണ് അത് ഇവർക്ക് അയച്ചത്. അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിക്ക് നേരിട്ട് കൊടുത്തത്. ഇത് ഏതാണെന്ന് വ്യക്തതയില്ല. എങ്കിലും ദേവസ്വം മന്ത്രി അറിഞ്ഞു തന്നെയാണ് ആ പരാതി വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും പത്മകുമാർ പറയുന്നുണ്ട്, പത്മകുമാർ ഉണ്ണികൃഷ്ണനായിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പേ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വരുന്നുണ്ടെന്ന്. ശബരിമല വരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിനു മുമ്പ് പരിചയമുള്ള ഒരാളുണ്ട്. അതിലേക്ക് വരാൻ വേണ്ടി തന്നെ ആയിരിക്കണം ആ രീതിയിൽ പത്മകുമാർ ഒരു മൊഴി കൊടുത്തത്. അപ്പം കടകംപള്ളിയിലോട്ട് വരും ദേവസ്വം മന്ത്രി അറിയാതെ. അപ്പം ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം നമുക്കറിയില്ല ഇത് കടകംപള്ളിയുടെ ആളാണോ ഈ പത്മകുമാർ എന്ന് നമുക്കറിയില്ല. കാരണം അതെങ്ങനെയാണ് ആ ബന്ധം, എന്തുകൊണ്ട് പത്മകുമാറിനെ കാണുന്നതിന് മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പരാതി ഗവൺമെൻറ്റിൽ കൊടുത്ത് ദേവസ്വം അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിക്ക് കൊടുത്തിട്ട് വന്നത്. അപ്പോൾ ഇവിടുത്തേലും കൂടുതൽ അടുപ്പം ദേവസ്വം മന്ത്രിയുമായിട്ട് ഉണ്ട് എന്നാണ് അതിൽ വരുന്നത്. അങ്ങനെയാണ് ആ ഒരു സ്വാധീനത്തിൽ. പിന്നെ അതിനകത്ത് ദേവസ്വം മന്ത്രി തന്നിരിക്കുന്ന അങ്ങോട്ട് അയച്ചു കൊടുത്തിരിക്കുന്ന ആ പെറ്റീഷനിൽ എന്താണ് എഴുതിയിരിക്കുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഡോക്യുമെൻ്റൊക്കെ കസ്റ്റഡിയിൽ എടുക്കണം. SIT എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എടുക്കാൻ താമസം ഉണ്ടാവും, അല്ലെങ്കിൽ കിട്ടിയതും ഉണ്ടാവുള്ളൂ. അത് തന്നെയല്ല, ഇപ്പോൾ മറ്റൊരു വാർത്ത വരുന്നത് ഒരു കെട്ട് ഫയല് അത് ഒളിച്ചു വെച്ച രീതിയിൽ പത്മകുമാറിൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പം കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവിടെ അറയിൽ ഒളിച്ചു വെച്ചിരുന്ന ഒരു കെട്ട് ഫയലുകളാണ്. അത് ഈ ദേവസ്വം ബോർഡിലെ തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയായിരിക്കണം. അങ്ങനെയെങ്കിൽ ആ ഒരു പേപ്പറിനകത്ത് മിക്കവാറും കടകംപള്ളിക്ക് വന്ന അല്ലെങ്കിൽ കടകംപള്ളിക്ക് കിട്ടിയ ആ പേപ്പറും ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുൻ ദേവസ്വം മന്ത്രിയുമായി, അതായത് കടകംപള്ളിയുമായി പരിചയമുണ്ടായിരുന്നുവെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോയൊക്കെ പുറത്തു വന്നതാണ്. അപ്പോൾ പോറ്റിയുടെ കൊള്ളയെക്കുറിച്ച് അറിവുണ്ടായിരുന്നു കടകംപള്ളിക്ക്? അതോ മന്ത്രിയുടെ മുന്നിലെത്തിയ നിവേദനം ബോർഡിന് കൈമാറുക മാത്രമായിരുന്നു കടകംപള്ളി ചെയ്തിട്ടുണ്ടാവുക? ഏതിനായിരിക്കും സാധ്യത കൂടുതൽ? അത് കടകംപള്ളി മുഖേന ആ ഒരു പോറ്റിയുടെ ലെറ്റർ വന്നെങ്കിൽ തീർച്ചയായിട്ടും പത്മകുമാറായിട്ട് അടുപ്പമുണ്ടെങ്കിൽ പത്മകുമാറിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ദേവസ്വം മന്ത്രി മുഖേന ആ പേപ്പർ വന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് കൊടുത്തിട്ട് വന്നത്? അതിൻ്റെ അർത്ഥം ഒന്നെങ്കിൽ പത്മകുമാറിനെക്കാട്ടിലും
അടുപ്പം അവിടെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുണ്ട്. അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രന് ഇതിൻ്റെ വീതം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് അവിടുന്ന് പോലെ വരട്ടെ എന്നുള്ള രീതിയിലായിരിക്കാം പത്മകുമാർ. അല്ലെങ്കിൽ പത്മകുമാർ മാത്രം ആ പണം അപഹരിച്ചാൽ മതിയല്ലോ. അപ്പോൾ ദേവസ്വം മന്ത്രിക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ അവിടെ കൊടുക്കൂ, അവിടുന്ന് വരട്ടെ എന്നുള്ള രീതിയിലോ ആയിരിക്കാം. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ലെറ്റർ ദേവസ്വം മന്ത്രിക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യം ഈ കാര്യത്തിൽ തട്ടിപ്പ് അല്ലാതെ തട്ടിപ്പ് നടക്കുമല്ലോ. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പം ഇതിനകത്ത് ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് കടകംപള്ളി സുരേന്ദ്രനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? അതിനകത്ത് ഇപ്പം ദേവസ്വം മന്ത്രി എന്ന നിലയ്ക്ക് ഈ ഷേഡി ട്രാൻസാക്ഷന് പണം കൈപ്പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുണ്ടാവും, അല്ലെ പത്മകുമാർ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇത്ര കൊടുത്തിട്ടുണ്ട്. അത് ആരിക്കൂടി പിന്നെ വാസു മുഖേനയോ നേരത്തെ അറസ്റ്റ് ചെയ്തതിന് മുഖേനയോ ഒക്കെ പണം ചെന്നിട്ടുണ്ടാവണം. അങ്ങനെ ചെന്ന പണത്തിൻ്റെ വിവരങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് അനിവാര്യമാണ്, അതിന് യാതൊരു സംശയമില്ല. സർ, പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, ഇതുവരെ തൊണ്ടി മുതൽ കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇത് അന്വേഷണ സംഘത്തെ പ്രതിസന്ധിയിലാക്കുമോ? ഇതിനകത്ത് തൊണ്ടി മുതൽ എന്ന് പറയുന്നത് ദ്വാരപാലക ശില്പത്തിലെ പൊതിഞ്ഞതും അതുപോലെ കട്ടളയിൽ പൊതിഞ്ഞതും വാതിലിലൊക്കെ പൊതിഞ്ഞ ആ സ്വർണ്ണപ്പലക, അത് കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്ന് സ്വർണം ചുരണ്ടി എടുത്ത് അത് തീർന്നു പോയെങ്കിൽ അതിൻ്റെ ഒറിജിനൽ സാധനം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. സ്വർണത്തിൻ്റെ വിറ്റ പണമാണ് കിട്ടാൻ സാധ്യതയുള്ളൂ. തൊണ്ടി എന്ന് പറയുന്നത് ആ ഒരു സാധനമാണ്. മറ്റൊരു കാര്യം, തൊണ്ടിക്കകത്ത് വരുന്ന ആ പിത്തള അല്ലെങ്കിൽ ദ്വാരപാലക ശില്പത്തിൻ്റെ അവിടെയൊക്കെ പിത്തള കൊണ്ട് ചെയ്തു വെച്ചിരിക്കുന്ന ആ കവറിങ്, അതെവിടെ ഇരിക്കുന്നു? അത് കിട്ടിയാലും മതി, തൊണ്ടിയാണ്. അത് തൊണ്ടി ഭാഗത്ത് വരുന്നതാണ്. അവിടുന്ന് കൊണ്ടുപോയ സാധനങ്ങൾ ഏത് രീതി കിട്ടിയാലും, ഒറിജിനൽ ഏത് രീതി കിട്ടിയാലും തൊണ്ടി തന്നെ. സ്വർണം കിട്ടണമെന്ന് നിർബന്ധമില്ല. അവിടുത്തെ ആ വാതിൽപ്പാടിയുടെയോ അല്ലെങ്കിൽ കട്ടളയുടെയോ ഏതെങ്കിലും ഒറിജിനൽ ഒരു സാധനം കിട്ടിയാൽ മതി, അത് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. കാരണം ഒറിജിനൽ സാധനം എന്തായാലും ശബരിമലയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പത്മകുമാറിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനുള്ള നീക്കം നടത്തുന്നുണ്ട് SIT. ഇത് എത്രത്തോളം നിർണായകമാണ് ഈ ഒരു കേസിൽ? ഇത് വളരെ നിർണായകമാണ്. കാരണം പത്മകുമാറിനെ കസ്റ്റഡി ചോദിച്ചിട്ട് അതിനകത്ത് വീണ്ടും ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ഞങ്ങളുടെ കസ്റ്റഡിക്ക് ഇട്ടിട്ട് ചില കാര്യങ്ങൾ കൺഫ്രണ്ട് ചെയ്യാനുണ്ട്. അവർ രണ്ടുപേരെയും നിലനിർത്തിക്കൊണ്ട് തന്നെ വേണം ഈ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനും. കാരണം അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റും എത്രയുണ്ട്, എന്തുമാത്രം പണം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ധാരാളം പണം വാരിക്കൂട്ടിയതായിട്ടാണ് മനസ്സിലാക്കുക. വലിയ വലിയ കെട്ടിടങ്ങളും ഒക്കെ അദ്ദേഹം വെച്ചിട്ടുണ്ട്. ബിനാമിയായിട്ട് പല കെട്ടിടങ്ങളും അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ അതിലോട്ട് എത്രത്തോളം സത്യമുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കുടുങ്ങിയത് തന്നെ, അതിന് യാതൊരു സംശയമില്ല. ഈ കട്ടിളപ്പടിയിലെ സ്വർണ്ണക്കൊള്ളയിൽ ആർക്കെല്ലാം പങ്കുണ്ട് എന്നത് പത്മകുമാറിന്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് അറിയാൻ സാധിക്കുമോ? അങ്ങനെയെങ്കിൽ പത്മകുമാറിന്റെ മൊഴിയിൽ വൻമരങ്ങൾ വീഴാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? തീർച്ചയായിട്ടും വരും. ഇതിനകത്ത് നമ്മൾ സംശയിക്കുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന കൂടുതൽ ഈ എമൗണ്ട് ഈ സ്വർണ്ണവേട്ടയും ഈ സ്വർണ്ണക്കൊള്ളയായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ആ എമൗണ്ട് പല രീതിയിൽ വന്നതാണ്. അവിടുന്ന് സ്വർണം കടത്തിയ 19 കിലോ സ്വർണം എന്തായാലും അവിടുന്ന് പോയി. ആ കലാകാലങ്ങളിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോയ സ്വർണം, അതുകൂടാതെ ധാരാളം അൺഅക്കൗണ്ടഡ് വരുമാനം ശബരിമലയിൽ നിന്ന് കിട്ടുന്നതെല്ലാം അടിച്ചു മാറ്റുകയാണ്. പക്ഷേ അതെല്ലാം ഒന്നെങ്കിൽ പലിശയ്ക്ക് കൊടുക്കുകയോ ആ പണം, അല്ലെങ്കിൽ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ, അല്ലെങ്കിൽ വലിയ സൗധങ്ങൾ പണിയുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ്സിൽ സൈലൻറ്റ് പാർട്ട്ണറാവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പണത്തിൻ്റെ വരവ് ഏകദേശം ഒരു കണക്ക് SITക്ക് ലഭിച്ചിട്ടുണ്ട്. അത് എങ്ങോട്ട് പോയെന്ന് കാണണം. അതുകൊണ്ട് ഇതിനകത്ത് കൈയിട്ട് വാരിയവരെല്ലാവരും തീർച്ചയായിട്ടും അവർക്കൊക്കെ ദുര്യോഗം തന്നെ വരും, അതിന് യാതൊരു സംശയം. കാരണം SIT ആ രീതിയിലുള്ള അന്വേഷണം, ആ രീതിയിലുള്ള തെളിവെടുപ്പുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടുന്ന് പോയ പണത്തിൻ്റെ ഏകദേശം, അല്ലെങ്കിൽ പോയ സ്വർണത്തിൻ്റെ ഏകദേശം ഒരു കണക്ക് SITക്ക് ലഭിച്ചു. അവിടുന്ന് തട്ടിക്കൊണ്ടും വെട്ടിക്കൊണ്ടു പോയ മറ്റു രീതിയിലുള്ള പണത്തിന് അത് എത്രത്തോളം ഡീപ്പായിട്ട് SIT പോയിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തതയില്ല. എങ്കിലും അതിലേക്കും കാര്യങ്ങൾ വരും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറും വിദേശയാത്രകൾ നടത്തിയിരുന്നതായി സംശയം ഉയർന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിട്ടുണ്ട്. ഇവർ നടത്തിയ യാത്രകൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? കാരണം ഹൈക്കോടതി വിദേശത്തേക്ക് ഈ സ്വർണം കടത്തിയോ എന്നൊരു സംശയം കൂടി ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ
അതെ, ശരിയാണ്. ഹൈക്കോടതിയുടെ ആ ഒരു ഇൻഫറൻസ് നമ്മളതൊക്കെ എടുത്തു പറഞ്ഞു, അത് കറക്റ്റാണത്. കാരണം വലിയ വാല്യുബിൾ ആയിട്ടുള്ള സാധനം, ഇവിടുത്തെ സ്വർണ്ണപ്പാളി എന്ന് പറയുന്നത് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന എമൗണ്ട് അല്ല അതിൻ്റെ വാല്യൂ. കാരണം അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശബരിമലയിലെ ദേവനെ പൊതിഞ്ഞിരിക്കുന്ന സ്വർണ്ണപ്പാളിയാണ്. അത് ഭക്തജനങ്ങൾ തന്നെ വലിയ പണക്കാരാണെങ്കിൽ എത്ര കോടി രൂപ എടുത്താലും അതിൻ്റെ ഒരു അംശം വാങ്ങിച്ചു വെക്കും. അതുപോലെ തന്നെയാണ് ജയറാം വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ജയറാമിൻ്റെ അവിടെ നിന്ന് സ്വർണ്ണപ്പാളിയിൽ ഒരു അംശം കണ്ടെടുത്തു കഴിഞ്ഞാൽ ജയറാം കുരുങ്ങും എന്ന് കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ വിദേശയാത്രകൾ എത്രത്തോളം ജയറാമും പോയിട്ടുണ്ടാവും, ഉണ്ണികൃഷ്ണൻ പോയിട്ടൊപ്പം പോയിട്ടുണ്ടാവും, ജയറാമിൻ്റെ ഒപ്പം മറ്റു ചില സിനിമാ താരങ്ങളും ഒക്കെ പോയിട്ടുണ്ടാവും. ആരൊക്കെ ഇതിനകത്ത് പോയിട്ടുണ്ടോ അവരെല്ലാം കുടുങ്ങും, അവരെല്ലാം വിശദീകരിച്ചേ പറ്റുള്ളൂ. അത് തന്നെയല്ല, ഒരാൾ വിദേശത്ത് പോകുന്നതിന് പ്രശ്നമില്ല, പക്ഷേ ശബരിമലയുമായി ബന്ധപ്പെട്ട് അവരുടെ ആരുടെയെങ്കിലും കൂടെ പോയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മോശവിചാരം തന്നെയാണ്. ആ മോശവിചാരത്തോട് പോയിട്ടുണ്ടെങ്കിൽ അതിന് പങ്ക് പറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരെയൊക്കെ ചുവന്നുകൊണ്ട് പോകേണ്ട കാര്യമില്ല. അങ്ങനെ വരാൻ അവരെല്ലാം പ്രതിയാകാനാണ് സാധ്യത. ശബരിമല സ്വർണ്ണക്കൊള്ള ഇടപാടുകൾ വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചും നടന്നുവെന്ന് നിഗമനമുണ്ട്. പക്ഷേ SITക്ക് വിദേശ ബന്ധം അന്വേഷിക്കാൻ പരിമിതികളില്ലേ? SITക്ക് ഒരു പരിമിതിയില്ല. കാരണം റാമിഫിക്കേഷന് ഇന്ത്യ മുഴുവനോ അല്ല വിദേശത്തൊക്കെ ആണെങ്കിൽ ഇന്ത്യക്ക് അതിന് സൗകര്യമുള്ളൊരു ഏജൻസിയെ അത് CBIയോ അല്ലെങ്കിൽ NIAയോ അങ്ങനെയുള്ള ഏജൻസികളെ സാധാരണ അല്ലെ ED അങ്ങനെയുള്ള ഏജൻസി. പക്ഷേ ഇത് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനാണ്. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനകത്ത് മറ്റുള്ള ഏജൻസിക്കൊന്നും അന്വേഷണത്തിന് വരാനുള്ള അധികാരമില്ല. എക്സെപ്റ്റ് CBIക്ക് മാത്രമേ ഇക്കാര്യത്തിൽ വരാൻ കഴിയുള്ളൂ. പക്ഷേ കേരളത്തിലുള്ള ഒരു അന്വേഷണ ഏജൻസി വിദേശത്ത് പോകുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഗവൺമെൻറ് അംഗീകാരം കൊടുത്താൽ മതി, അതിനുള്ള ചിലവ് മേറ്റിയാൽ മതി. അവിടെ പോയി എവിഡൻസ് എടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആരാണ് പിന്നെ എവിഡൻസ് എടുക്കുന്നത് നമുക്കറിയാവില്ലേ. അടുത്ത ദിവസങ്ങളിൽ പല കേസിനകത്തും ഈ മലയാളികൾ ഹസ്ബൻഡും വൈഫും വഴക്കുണ്ടാക്കി അതിൽ ആൾക്കാരെ കൊല്ലുന്ന സമയത്തൊക്കെ ചില ആൾക്കാർ അവിടം വരെ പോകേണ്ടി വന്നിട്ടുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അതുകൊണ്ട് ആധുനിക യുഗത്തിൽ ഇപ്പോഴത്തെ കാലത്ത് ഒരു വിദേശത്ത് പോകുന്നു അത്ര വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങളൊന്നുമല്ല നിയമപരമായിട്ട്. പക്ഷേ നേരത്തെ നമ്മുടെ അന്വേഷണം കേരളത്തിനകത്ത് മാത്രം ഒതുക്കണം, നിർത്തണമെന്ന് ഇന്ത്യയിലെ ഒരു ക്രിമിനൽ പ്രൊസീജിയർ കോഡിലോ അല്ലെങ്കിൽ ഒരു നിയമപുസ്തകത്തിലും പറയുന്നില്ല. പക്ഷേ കൺവീനിയൻസ് അനുസരിച്ച് ഗവൺമെൻറ് ഇന്ത്യയുടെ ഒരു ഓഫീസർ, IPS ഓഫീസർ വേണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു IPS ഓഫീസർ പോയി കഴിഞ്ഞാൽ അത് മതി. അങ്ങയുടെ കീഴിലുള്ള അന്വേഷണ ഏജൻസിയാണ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും പോകുന്നതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല. നിലവിലെ ഒരു സാഹചര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യത കാണുന്നുണ്ടോ സാർ? കാരണം ഇതിനകത്ത് തന്നെ നമുക്കറിയാം 2 കേസുകൾ തന്നെ പ്രാരംഭമായിട്ട് എടുത്തിട്ടുണ്ട്, അതിനുശേഷം വിജിലൻസ് കേസ് എടുത്തിട്ടുണ്ട്. അപ്പം കൂടുതൽ അറസ്റ്റ് വന്നല്ലേ പറ്റുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിലെ ജീവനക്കാരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യും. അവരുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് അന്വേഷണം പെട്ടെന്ന് തീരുമെന്ന് ഞാൻ കരുതുന്നില്ല. കൂടുതൽ സമയം ഇനിയും ഹൈക്കോടതി കൊടുക്കേണ്ടി വരും. ഇതുവരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിക്കണം. കാരണം ഇത് പറയുന്ന ടൈം ലിമിറ്റിനകത്ത് ഈ അന്വേഷണം ഒതുങ്ങില്ല. വളരെ എലാബറേറ്റ് ആണ്, വളരെ ബ്രോഡാണ് ഏരിയ എന്ന് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൽ മതി. തീർച്ചയായിട്ടും ഇനി സമയം അനുവദിക്കും. ഏറ്റവും കൂടുതലായി ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വാക്കുണ്ട്, ദൈവതുല്യർ. ഈ പത്മകുമാർ പറഞ്ഞ ദൈവതുല്യർ ആരായിരിക്കും? എന്തെങ്കിലും സൂചനയുണ്ടോ? പത്മകുമാർ അത് പറയണമെന്നെങ്കിൽ സംസ്ഥാനത്തെ തീർച്ചയായിട്ടും പാർട്ടിയുടെ ഉന്നതരായ വ്യക്തികൾ തന്നെ 1, 2, 3 പേരെ ഉദ്ദേശിച്ചായിരിക്കും അത് പറഞ്ഞിരിക്കുന്നത്. ആരും ആകാം. അത് പാർട്ടിയിലെ ഉന്നത സ്ഥാനം, CPMൻ്റെ ഉന്നത സ്ഥാനം ആര് വഹിക്കുന്നു, ചിലപ്പോൾ 2, 3 പേര് അതിൻ്റെ അകത്തുണ്ടാവും. അവരെ തന്നെയാണ് തീർച്ചയായിട്ടും. അവരൊക്കെ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് പണം കൊണ്ടുപോകാമെന്ന്. കാരണം AKG സെൻറ്റർ ഇപ്പം പുതിയ ഒരെണ്ണം പണിതിട്ടുണ്ട്. എല്ലായിടത്തും പണം വേണമല്ലോ. അപ്പം പണം കിട്ടുന്ന അല്ലെങ്കിൽ പണം കൊടുക്കാൻ കഴിവുള്ള പാർട്ടിയിലെ താഴെക്കടയുള്ള നേതാക്കന്മാരെയൊക്കെ അവർക്കൊക്കെ നല്ല അപ്രീസിയേഷനാണ് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ലഭിക്കുന്നത്. കാരണം പണമില്ലാതെ പാർട്ടിക്ക് നിലനിർത്താൻ പറ്റില്ല. അത് ഓഫർ ചെയ്യുന്ന ആരായാലും ശരി, അത് മോഷ്ടിച്ചു കൊണ്ടുവന്നായാലും ശരി, ഏതെങ്കിലും തട്ടിക്കൂട്ട് ബാങ്കിനെ ആരെങ്കിലും പറ്റിച്ചു കൊണ്ടുവന്നാലും ശരി, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പണം കൈപ്പറ്റും. അത് പാർട്ടിയുടെ നയമാണ്. പക്ഷേ ഇങ്ങനെയുള്ളൊരു പ്രശ്നത്തിലാണ് ആ പണം സ്വീകരിച്ചെങ്കിൽ പാർട്ടി പണം തിരിച്ചു കൊടുക്കേണ്ടി വരും.